വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീടിൻ്റെ ഏറെക്കുറെ അടുത്തൊക്കെ ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അതിമനോഹരമായ പ്രകൃതി രമണീയ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ എത്തിയത് ചാലിയാറിൻ്റെ ഹൃദയമെടുപ്പ് തേടിയിട്ടാണ് കേട്ടോ. മലപ്പുറത്തിൻ്റെ പ്രകൃതി ഭംഗി തൊട്ടറിയാൻ നമ്മൾ ആദ്യം വന്നത് ചാലിയാറിന് കുറുകെയുള്ള മനോഹരമായ ഈ വിസ്മയത്തിലേക്കാണ്. ഇതിൻ്റെ പേരാണ് പൊട്ടിപ്പെരുകവണ്ണ തൂക്കുപാലം. പാലം പോലെ വിസ്മയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തു നിന്നുള്ള കാഴ്ചകളും. അപ്പോൾ ഇവിടെ ഒന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അരീക്കോടിനും ഇടവണ്ണയ്ക്കും ഇടയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് പൊട്ടി. അപ്പോൾ ഈ പൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പുറത്തെ പെരകവണ്ണയും കണക്ട് ചെയ്യുന്നതാണ് ഈ പൊട്ടിപ്പെരുകവണ്ണ തൂക്കുപാലം. താഴെ ശാന്തമായി ഒഴുകുന്ന പുഴ, ഓരോ കാലടി വെക്കുമ്പോഴും പതിയെ ആടി ഒലിയുന്ന പാലം, ദൂരെ മല, ചുറ്റിലും പച്ചപ്പണിഞ്ഞ മരങ്ങൾ, പ്രകൃതി, താഴെ ഭൂമി, മേലെ ആകാശം, ആകെ മൊത്തം ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചെറിയ ഇടവേളകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നാട്ടുകാർ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ചെറിയ അടിപൊളി സ്ഥലമാണത്. നട്ടുച്ചയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പുഴയിൽ നിന്നുള്ള തണുത്ത കാറ്റൊക്കെ നമ്മളെങ്ങനെ വന്ന് തഴുകി തലോടി ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളും ഓടി ഇനിയിപ്പോൾ ഇടവണ്ണയിലൂടെ അങ്ങനെ പോവുകയാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ മേജർ അടിപൊളി ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് കയറിപ്പോയൊരു സ്ഥലമായിരുന്നു. സോ അങ്ങനെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനാവുന്ന സമയത്തുള്ള റോഡൊക്കെ അത്യാവശ്യം നല്ല കുത്തനെയാണ്. റബ്ബറും തോട്ടത്തിലൂടെയുള്ള കുന്നും മലയൊക്കെ കയറിയുള്ള അടിപൊളി ഒരു വൈബ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് കുറച്ച് ഓഫ് റോഡൊക്കെ ആയിട്ട് വണ്ടിയായിട്ട് നടന്നായിട്ടും ആയാലും ഒക്കെ ലാസ്റ്റ് കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ കഷ്ടപ്പാടൊക്കെ മറന്ന് നമ്മൾ അത്യധികം ഇഷ്ടപ്പെടുന്ന അതിഗംഭീര കാഴ്ചയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. യു ക്യാൻ സീ ദ ബ്യൂട്ടി ഫ്രം നൗ. അപ്പോൾ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ക്ഷീണിച്ച അവശനായ മുകളിലേക്ക് കയറി വന്നാലും ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ അവർ അടച്ചിട്ട് പോകും. അതിന് മുമ്പ് വന്ന സ്നാക്സോ വെള്ളമോ വല്ലതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ച് കുടിച്ചിട്ടൊക്കെ പോവാം. കടേൻ്റെ അവിടെ നിന്ന് സൈഡിലോട്ട് കയറി അവിടുത്തെ അതിമനോഹര വ്യൂ ഒക്കെ കണ്ട് പിന്നെ കുറച്ച് മുകളിലോട്ട് കയറി അവിടുന്ന് പിന്നെ കാണുന്ന വഴിയിലൂടെ പിന്നെയും കറങ്ങി തിരിഞ്ഞ് താഴോട്ട് തന്നെ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മേലോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് കയറിക്കൊണ്ടേയിരിക്കുക. അവിടെയാണ് നമ്മുടെ കാഴ്ചകൾ കിടക്കുന്നത്. പലരും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് താഴത്തെ ഈ ജസ്റ്റ് ഒരു സിമ്പിൾ വ്യൂ കണ്ടിട്ട് അങ്ങനെ കയറി കറങ്ങി തിരിഞ്ഞ് മെയിൻ വ്യൂവിൽ എത്താതെ തിരിച്ചു പോകുന്ന പ്രവണത അവിടെ കണ്ടുവന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടി ആ കടേൻ്റെ സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു നല്ലൊരു പാറപ്പുറം പോലത്തെ ഒരു സ്ഥലം, അവിടെ നിന്നാണ് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ കിടക്കുന്നത്. അത് മിസ്സാക്കരുത്. അപ്പോൾ വരുന്നവർ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ആൻഡ് ദ വ്യൂസ് ആൾസോ. ആക്ച്വലി സൺസെറ്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. അങ്ങനെ ഒരു ഒടുക്കത്തെ കയറ്റൊക്കെ കയറി കതച്ച് കുഴങ്ങി നമ്മൾ ചാലിയാറിൻ്റെ അതിഗംഭീര വ്യൂ തരുന്ന ചാത്തല്ലൂരുള്ള അടിപൊളി ആമസോൺ വ്യൂവിൻ്റെ മെയിൻ വ്യൂ തരുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സൂര്യൻ അങ്ങനെ ചക്രവാളത്തിലൊരിടത്ത് ഇങ്ങനെ മറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ചിലർ ഇതിൻ്റെ ഫസ്റ്റ് വ്യൂ മാത്രം കണ്ടുപോകും. പക്ഷേ അവിടെ നിന്ന് കുറച്ച് കാട്ടിലൂടെ കുന്ന് കയറി മുകളിലേക്ക് വരണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വ്യൂ കാണുന്നത്. ഞാനും എൻ്റെ ബ്രദറും സൺസെറ്റ് തേടി സായനൊക്കെ കഴിഞ്ഞ ഒരു സായം സന്ധ്യാനേരത്ത് ആരുമില്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് എൻജോയ് ദ ബ്യൂട്ടി. സീ യു സൂൺ.